evening, Trivandrum. Good evening, everybody. Thanks a lot for making it today evening. This is our after our ninth edition, we have come to Kerala. 9 times we have done it before, and first time it was in Dubai. We did it 9 times there. And after that, 2 times in Doha and 1 time in Bahrain. And right now, we have reached Kerala, Trivandrum. And this is to honor all the people who actually strive to make a difference in the last year. All these people who are around you, just take a look around and please give them a big round of applause because they are indeed what we call heroes. ഞാൻ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് തന്നെ തീർച്ചയായും നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ വളർച്ച നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയായിരുന്നു. ഇദ്ദേഹം സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്ക് നേരിട്ട് കണ്ട് വളർന്ന ഒരാളാണ് നമുക്കൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ PC വിഷ്ണുനാഥ്. PC വിഷ്ണുനാഥ് MLA, കുണ്ട്ര MLA കൂടിയായ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ PC വിഷ്ണുനാഥിനെ. 2 വാക്ക് നമുക്ക് വേണ്ടി. പ്രിയപ്പെട്ട മിഥുൻ, ലിയാഖത്ത്, വേദിയിലെ ബഹുമാന്യരെ, ആദ്യമായി ഗ്ലോബൽ മീഡിയയുടെ ഈ ഗോൾഡൻ അവാർഡ്സിലേക്ക് എന്നെയും ക്ഷണിച്ചതിനുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല സായാഹ്നമായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ഈ നമുക്കെല്ലാം അഭിമാനകരമായ വ്യക്തിത്വങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർ പറയുന്നതും അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മളോട് പറയുന്നതും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയായിരുന്നു. ഇവിടെ നിന്നും പോയി കഠിനാധ്വാനം കൊണ്ട്, ആത്മവിശ്വാസം കൊണ്ട്, സമർപ്പണം കൊണ്ട് ലോകത്തിൻ്റെ അവസരങ്ങളെ കീഴ്പ്പെടുത്തിയ വലിയ വ്യക്തിത്വങ്ങളാണ് വിവിധ മേഖലകളിലായി ഇന്ന് ഇവിടെ ആദരിക്കപ്പെട്ടത്. ഇവിടെ ശ്രീ ഡോക്ടർ ബിജു രമേശ് സംസാരിക്കുമ്പോൾ അവാർഡ് ചടങ്ങിൽ ഒപ്പം തന്നെ അത് കേരളത്തെക്കുറിച്ചുള്ള, കേരളത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ച കൂടിയായി മാറി. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്. 1810 വാക്സിനേഷൻ നടന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ഗൗരി ലക്ഷ്മിഭായ് 1810. 1865 ജനറൽ ആശുപത്രി സ്ഥാപിച്ചത്. ബാട്ടൻ സാഹിബാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ രൂപകൽപ്പന എല്ലാം നടത്തിയത്. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രം 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലം മുതലാണ്. അപ്പോൾ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയതാണ്. അതിൽ തന്നെ ഇവിടെ നേരത്തെ പലരും പറഞ്ഞു വിദ്യാഭ്യാസം കൊണ്ടാണ് ഇതെല്ലാം ആർജിക്കാൻ കഴിഞ്ഞതെന്നാണ്. അവിടെ നമ്മൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ, നവോത്ഥാന നായകന്മാർ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം, പുരോഗമന പ്രസ്ഥാനം, മിഷണറിമാർ, അതിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്ത് പോയ പ്രവാസി മലയാളികൾ, പ്രത്യേകിച്ച് ആദ്യം ഗൾഫ് രാജ്യങ്ങളിൽ പോയവർ. നമ്മുടെ സംസ്ഥാനം ഒരു കാർഷിക മേഖലയാണ് എങ്കിലും നമ്മളെ അറിയപ്പെടുന്നത് ഒരു മണി ഓർഡർ എക്കോണമി എന്നാണ്. അതിൻ്റെ കാരണം അവിടെ കഷ്ടപ്പെട്ട് അവിടെ നിന്നും ഇവിടേക്ക് പണം അയച്ച് ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന പ്രവാസികളാണ്. അവരെ അതിനർഹമായ രൂപത്തിൽ ആദരിക്കാൻ കൂടി ഇവിടെ തയ്യാറായി. സോമരായൻ സാറിനെ കുറിച്ച് ഇപ്പോൾ കേട്ടു. ശ്രീ ആദ്യം അവാർഡ് വാങ്ങിയ മുരളീധര പണിക്കർ മുതൽ ഇങ്ങോട്ട് അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രവാസ ലോകത്തിനെ നിങ്ങൾ അംഗീകരിച്ചു. ഞാൻ ആദ്യം അഭിനന്ദനങ്ങൾ നൽകുന്നത് ജൂറിയാണ്. ഡോക്ടർ ഷിബു പ്രഭാകരൻ്റെ നേതൃത്വത്തിലുള്ള ജൂറി തിരഞ്ഞെടുത്തതെല്ലാം അങ്ങേയറ്റം അർഹരായ വ്യക്തിത്വങ്ങളെയാണ്. സംരംഭകരാകട്ടെ, സാമൂഹ്യ രംഗത്തു നിന്നുള്ളവരാകട്ടെ, അവരെല്ലാം കൃത്യമായി ശരിയായ ആളുകളെ തന്നെ ഈ അവാർഡിലേക്ക് തിരഞ്ഞെടുത്ത ജൂറി പ്രത്യേകമായ അഭിനന്ദനം അർഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൽ ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. തുടർച്ചയായ ഗവൺമെൻറ്റുകൾക്കാണ് വികസനം കൊണ്ടുവരാൻ കഴിയുന്നതിൽ മാറി വരുന്ന ഗവൺമെൻറ്റിനും വികസനം കൊണ്ടുവരാൻ കഴിയും എന്ന ഒരു ചെറിയ വിയോജിപ്പ് മാത്രം പറഞ്ഞുകൊണ്ട് ലിയാഖത്തിൻ്റെ ഒരുപാട് വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നേരിട്ട് കാണുകയും പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.